നമസ്കാരം. വിവാദ പരാമർശങ്ങൾ നടത്തി ഇപ്പോൾ ഇന്ത്യ വിടേണ്ട അവസ്ഥയാണ് പപ്പുമോന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർല പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നതായി ഒരു ആരോപണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ലോക്സഭാ നടപടികൾ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് നടക്കുന്നതെന്നും പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള തന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ അവഗണിക്കപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ നേതാവിന്റെ ഈ പ്രസ്താവനകളെ മുൻനിർത്തി ഇപ്പോൾ നേതാവിനെതിരെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയരുകയാണ്. ലോക്സഭയിൽ ആയാലും എന്തിനാണ് രാഹുലിന് സംസാരിക്കാൻ അവസരം നൽകുന്നത്? കിട്ടിയ അവസരങ്ങളെല്ലാം വിവാദങ്ങളാക്കി ഇപ്പോൾ ഇന്ത്യ വിടേണ്ട അവസ്ഥയല്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത് സംബന്ധിച്ച് ചില പ്രധാന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം സംബന്ധിച്ച വിഷയം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, തുഷാർ റാവു ഡെഗേല എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ വിഷയം പരിഗണനയിലാണ് എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ പറഞ്ഞത്. സമാനമായ കേസ് ഏറ്റെടുത്ത അലഹബാദ് ഹൈക്കോടതി നടപടിക്രമങ്ങളുടെ ഫലം അറിയിക്കാൻ അടുത്തിടെ മന്ത്രാലയത്തിന് 4 ആഴ്ച സമയം അനുവദിച്ചതായും ബെഞ്ചിനെ അറിയിച്ചു. തുടർന്ന് ഞങ്ങൾക്ക് നിർബന്ധിക്കാൻ കഴിയില്ല, നടപടികൾ മന്ത്രാലയത്തിന് മുന്നിലാണ്, തീരുമാനമെടുക്കേണ്ടത് മന്ത്രാലയമാണ്, മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, കൂടാതെ മന്ത്രാലയത്തിന് മുമ്പാകെയുള്ള നടപടിക്രമങ്ങൾ കക്ഷിയായ ആർക്കും ഒരു നിർദ്ദേശവും നൽകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അടുത്ത വാദം കേൾക്കൽ ഏപ്രിൽ 21 ഹൈക്കോടതിയിലെ ലക്നൌ ബെഞ്ച് നിശ്ചയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ആരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച ഒരു നിവേദനത്തിൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ നൽകാൻ കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു. 2024 നവംബർ 25 ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയത്. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല. തുടർന്ന് കേന്ദ്രത്തിനായി ഹാജരായ അഭിഭാഷകൻ കൂടുതൽ സമയം അഭ്യർത്ഥിച്ചു. തുടർന്ന് കേന്ദ്രത്തിന് സമയം നീട്ടി നൽകുകയായിരുന്നു. പൗരത്വ പ്രശ്നം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനും കർണാടകയിലെ BJP നേതാവുമായ S. വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ഈ മാസം ആദ്യം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമിയും ദില്ലി ഹൈക്കോടതിയിൽ സമാനമായ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.